ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത കുട്ടികൾ എൻ്റെ ചാനൽ കമൻറ്റ് ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നലെ നമ്മളെടുത്തത് പലതരത്തിലുള്ള ഫാമിംഗ് മെത്തേഡ്സ്, അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, നമ്മൾ ലോക്കൽ വെജിറ്റബിൾസ് എന്താണെന്ന് പറഞ്ഞു. അതുവരെയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല ഈൽഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ല പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ്സും അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവണം. അതിന് പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഹെൽത്തി ആയിരിക്കണം. ഒരുപാട് ഗുണങ്ങൾ നമ്മൾ എടുക്കുന്ന ചെടിക്കും ഉണ്ടാവണം. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് ഒരു ചെടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. വി ഗെറ്റ് ഹൈ ഈൽഡ് വെൻ വി യൂസ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നല്ല ഈൽഡ് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. ഗ്രാഫ്റ്റിംഗ് എന്താണ്? ഗ്രാഫ്റ്റിംഗ് ഇപ്പം ഒരു മാംഗോ ട്രീ എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു മാങ്ങ മരമുണ്ട്. അതിനെന്ന് പറഞ്ഞാൽ നല്ല വേരും നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ അതിൻ്റെ ഫ്രൂട്ടിന് അധികം മധുരമൊന്നുമില്ല. അതേ സ്ഥാനത്ത് എൻ്റെ അടുത്ത് വേറൊരു മാംഗോ ട്രീ ഉണ്ട്. അതിലെന്താ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവും. പക്ഷേ മരം അത്ര ശക്തിയും വേരും നല്ല ഉറപ്പൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണം? ഈ രണ്ട് ക്വാളിറ്റിയുള്ള ഒരു പുതിയ മരം പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ? നല്ല ശക്തിയുള്ള നല്ലൊരു മരവും അതിൽ നല്ല മധുരമുള്ള ഫ്രൂട്ട്സും എനിക്ക് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ നല്ല വേരുള്ള മരത്തിലേക്ക് ഈ മധുരമുള്ള മാങ്ങയുടെ ഒരു പീസ് എടുത്തിട്ട് അതിനെന്ത് ചെയ്യും? ഗ്രാഫ്റ്റ് ചെയ്യും. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? രണ്ടിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു പുതിയ മരം അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്ന മെത്തേഡിനാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബഡ്ഡിങ്. ബഡ്ഡിംഗ് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ഇവിടെ എന്താ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു ബഡ്ഡില്ലേ, ആ ബഡ്ഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ലെയറിങ്. ഈ ലെയറിങ് നമ്മൾ എന്തിലാ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ ജാസ്മിന്, ബൊഗെയിൻവില്ല അതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ്റെ കേസ് എടുത്താൽ ഈ ജാസ്മിൻ ഇങ്ങനെ വളർന്ന് നിലത്ത് തട്ടുന്ന പാർട്ടുണ്ടല്ലോ, ആ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക? മണ്ണിലേക്ക് വെച്ചിട്ട് അതിൽ റൂട്ട് വരുത്തിക്കുക. മണ്ണിൽ തട്ടിയ ഭാഗത്ത് റൂട്ട് വരിക. അങ്ങനെ റൂട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പുതിയ പ്ലാന്റ് ആക്കിയിട്ട് നമ്മൾ വളർത്തുക. അതിനെയാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം രണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സോ അനിമൽസോ എന്തോ ആയിക്കോട്ടെ, അവർ രണ്ടാളെയും തമ്മിൽ ഹൈബ്രിഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഹൈബ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ടിൻ്റെയും നല്ല ക്വാളിറ്റി ആ പുതുതായി ഉണ്ടാവുന്നതിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞു. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ട് പ്ലാന്റുകൾ തമ്മിൽ ഒട്ടിച്ച് വെച്ച് പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ബഡ്ഡിങ് പറഞ്ഞു, ലെയറിങ് പറഞ്ഞു, പിന്നെ ഹൈബ്രിഡൈസേഷനും പറഞ്ഞു. ഇനി ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിൽ ജീൻസ് ഉണ്ട്. ആ ജീന് കാരണമാണ് നമ്മുടെ കളറ്, ഹെയർ അങ്ങനെ എല്ലാം മാറുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ്സിനും ജീൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ലാബിൽ വെച്ചിട്ട് ആ പ്ലാന്റ്സിന് ആവശ്യമില്ലാത്ത ജീൻസ് എടുത്ത് മാറ്റിയിട്ട് അതിനെ അൾട്ടർ ചെയ്തിട്ട് നമ്മൾ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയത്, ഹൈ ഈൽഡ് കിട്ടുന്നത്, അങ്ങനത്തെ നല്ല ജീൻസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്ലാന്റിന് ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും, പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് അതിലേക്ക് വരും. അതിനാണ് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ ക്രോപ്സ് ന്യൂ ട്രേറ്റ്സ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ ആൾട്ടറിങ് ഇറ്റ്സ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ജീൻസിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ആവശ്യമായ ജീൻസ് അതിലേക്ക് കൊടുക്കുക. അതിനെയാണ് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്.
ഇത് ചെയ്യുന്ന മെത്തേഡ് ജനറ്റിക് എൻജിനീയറിങ് വഴിയാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും BT കോട്ടൺ. അതായത് അതൊരു ഇങ്ങനെ ജനറ്റിക് എൻജിനീയറിങ് ചെയ്തിട്ട് മാറ്റിയ ഒരു കോട്ടൺ പ്ലാന്റാണ്. അതേപോലെ തന്നെ നമ്മൾ സോയാബീനിൽ ചെയ്യുന്നുണ്ട്, വീഡിസൈഡ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് വെറൈറ്റീസിൽ ചെയ്യുന്നുണ്ട്, കോട്ടണിൽ ചെയ്യുന്നുണ്ട്, പെസ്റ്റിൻ്റെ അറ്റാക്കിന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ ചെറിയൊരു ഭാഗം വെച്ചിട്ട് നമ്മൾ കുറേ പാരൻ്റൽ പ്ലാന്റിൻ്റെ ക്വാളിറ്റിയുള്ള കുറേ ചെടികൾ അറ്റ് എ ടൈം ഉണ്ടാക്കിയെടുക്കുക. ഒരേ സമയത്ത് നമുക്ക് പാരൻറ്റിൻ്റെ ക്വാളിറ്റിയുള്ള ഒരുപാട് ചെടികൾ ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നന്നായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. അപ്പം പാരൻറ്റിൻ്റെ സെയിം ക്വാളിറ്റിയുള്ള കുറേ പ്ലാന്റ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്: ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്, ഹൈബ്രിഡൈസേഷൻ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി അടുത്തതാണ്, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവരെന്താ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എന്തോ വെള്ളത്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് അല്ലേ. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ വെജിറ്റബിൾ ഫാമിങ് നിർത്തിയോ? അപ്പം മറ്റേയാൾ പറയാണ്, ചിലപ്പോൾ എന്താ തുടർച്ചയായിട്ടുള്ള മഴയാണ്, ചിലപ്പോഴോ ഭയങ്കര വരൾച്ചയും, അപ്പം ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല, എങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ് എന്തൊക്കെയാണ്? അപ്പം എന്താ നോക്കാം നമുക്ക്. ways to reduce loss of water during adverse weather condition. ഇപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് വെള്ളക്കുറവുണ്ടാവുമല്ലോ. ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, അപ്പോൾ വെള്ളമൊക്കെ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് ഏതൊക്കെ മെത്തേഡിലൂടെ ഇറിഗേഷൻ ചെയ്യാനായിട്ട് പറ്റുന്ന ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാം, വിക്ക് ഇറിഗേഷൻ ചെയ്യാം, മൾച്ചിങ് ചെയ്യാം. ഇതൊക്കെ ഈ വേനൽക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നോക്കും. പിന്നെന്താ, ഗ്രീൻ ഹൗസ് എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡ് പറയും. ഗ്രീൻ ഹൗസ് സിസ്റ്റം നമുക്ക് റെയിനി സീസൺ ആണെങ്കിലും സമ്മർ സീസണൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. എന്താണ് ഗ്രീൻ ഹൗസ്? ഗ്രീൻ ഹൗസ് ഈസ് എ കൺസ്ട്രക്റ്റഡ് യൂസിങ് ഷീറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക്, നൈലോണ്, പോളിത്തീൻ ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ ഉണ്ടാക്കിയൊരു ഷീറ്റ് കൊണ്ട് കവേർഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ പ്ലാന്റ്സിനെ വളർത്തും. പെസ്റ്റ് അറ്റാക്ക് ക്യാൻ ഓൾസോ ബി റെഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ് ആസ് ഓൾ ദ സൈഡ്സ് ആർ കവേർഡ്. അപ്പം എല്ലാ സൈഡും കവേർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തുണ്ടാവില്ല, പെസ്റ്റിന് ഉള്ളിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം കുറവാണ്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള സൺലൈറ്റും വാട്ടറൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏത് കാലാവസ്ഥയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് എന്ത്, ഗ്രീൻ ഹൗസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണ്? ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പൈപ്പ് ഇടുക, എന്നിട്ട് ആ പൈപ്പിലൂടെ ചെറിയ രീതിയിൽ നമ്മൾ വെള്ളം തുറന്നു വിടുക. അപ്പോൾ ഇങ്ങനെ തുള്ളികളായിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഓരോ ചെടികളിലേക്കും എത്തും. ഇങ്ങനത്തെ മെത്തേഡിനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് മീൻസ് ഒരു ഡ്രോപ്പ് ആയിട്ട്. അപ്പം ദിസ് ഈസ് എൻ ഇറിഗേഷൻ മെത്തേഡ് യൂസിങ് പൈപ്പ് ആൻഡ് വാൾവ് ടു വാട്ടർ ദ റൂട്ട്സ് ഇൻ ഡ്രോപ്സ് വൈസ് കറക്റ്റ് പ്ലാന്റിൻ്റെ റൂട്ടിലേക്ക് വാട്ടർ എത്തും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിൻ്റെ ലോസ് കുറക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിനും കറക്റ്റായിട്ട് വാട്ടർ എത്തുന്നുണ്ട് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ലൊരു മെത്തേഡാണ്. അടുത്തത് വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പം എന്താ, നമ്മൾ പ്ലാന്റ്സിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാന്റ്സിൻ്റെ റൂട്ടുകളിലേക്ക് വെള്ളം എന്ത് വയ്യ, ഒരു കോട്ടൻ്റെ സ്ട്രിപ്പ് പോലത്തെ കോട്ടൻ്റെ സ്ട്രിപ്പ് വെക്കും. എന്നിട്ട് അതിലൂടെ വെള്ളം കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഓരോ പ്ലാന്റിനും വാട്ടർ എത്തുക. അത് കറക്റ്റ് വാട്ടർ എത്തുകയും ചെയ്യും, ഓവർ ആവുകയില്ല. നമ്മളിപ്പോൾ ഓസ് വെച്ചൊക്കെ നനക്കുകയാണ് എന്താ ചെയ്യുക, കുറേ വെള്ളം അനാവശ്യമായിട്ട് പോകും. ഇതങ്ങനെ പോവില്ല, കറക്റ്റ് എമൗണ്ടാണ് അവിടെ എത്തുക. അതാണ് ദ മെത്തേഡ് ഓഫ് ഡയറക്ട്ലി സപ്ലൈയിങ് വാട്ടർ ടു ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ എ കോട്ടൺ ക്ലോത്ത് ഫ്രം എ വാട്ടർ സോഴ്സ്. ഒരു വാട്ടർ സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളം ഈ കോട്ടൺ ക്ലോത്തിൻ്റെ സ്ട്രിപ്പ് വഴി പോകും. അപ്പോൾ കറക്റ്റ് എമൗണ്ട് വാട്ടർ മാത്രമേ എത്തുള്ളൂ. ഇറ്റ് റിക്വയർസ് ലെസ് വാട്ടർ ദെൻ ഡ്രിപ്പ് ഇറിഗേഷനേക്കാളും കുറവ് വാട്ടറേ ഇതിനാവശ്യമുള്ളൂ. അടുത്തത് മൾച്ചിങ് എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തൊരു ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് എന്ത് ചെയ്യും, ഈ നമ്മുടെ എന്താ പറയുക,
ലീവ്സ് ഇല്ലേ, നമ്മുടെ ലീവ്സ് വെച്ചിട്ട് കരിയില വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലാന്റ്സ് കുഴിച്ചിട്ട് അതിന് ചുറ്റുമുള്ള സോയിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മൂടി വെക്കും. അങ്ങനെ മൂടി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ളിലൊരു മോയ്സ്ചർ ഉണ്ടാവും. അങ്ങനെ ആ നനവിൽ ചെടിക്ക് വളരാനായിട്ട് പറ്റും. അപ്പം ഇതിനെയാണ് നമ്മൾ മൾച്ചിങ് എന്ന് പറയുന്നത്. ചെടിയെ കരിയിലകൾ കൊണ്ട് ചെടീൻ്റെ ചുറ്റും മൂടി വെക്കുക. അപ്പം അവിടെ എന്ത് ചെയ്യും, ഒരു മോയ്സ്ചറിങ് എഫക്റ്റ് വരും. ഇത് ഇവോപ്പറേഷനൊക്കെ കുറക്കും. അപ്പോൾ ആ ചെടിക്ക് ആ ഒരു മോയ്സ്റ്റ് എൻവയോൺമെൻറ്റിൽ വളരാനായിട്ട് പറ്റും. ഇതും ചെടീനെ വളർച്ചയ്ക്ക് സഹായിക്കും. അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള വീഡ്സിൻ്റെ വളർച്ചയെ ഇത് ഒരുവിധം തടഞ്ഞു നിർത്തും. അടുത്തത് പെസ്റ്റ് കൺട്രോൾ. എന്താണ് ഈ പെസ്റ്റ് എന്ന് പറയുന്നത്? പെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ട് വളർത്തുന്ന ചെടികളുണ്ടല്ലോ, ഈ ചെടികളെ നശിപ്പിക്കുന്ന ആളുകളെ നമ്മൾ പെസ്റ്റ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് പെസ്റ്റുകൾ ഉണ്ട്. അതായത് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പോഡ് ബോറർ, ലെഗ്യൂമ്, ലീഫ് റോളിങ് കാറ്റർപില്ലർ. നമുക്ക് കാണാം ചില ചെടികളിൽ ഇല ഇങ്ങനെ ചുരുണ്ടായിട്ടുണ്ടാവുക. അത് ഇതിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്തത് സ്റ്റെം ബോറർ, അതായത് തണ്ടുതുരപ്പൻ. അത് ബ്രിഞ്ചിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പോഡ് ബോറർ നമുക്ക് കൂടുതലായിട്ട് ലെഗ്യൂം എന്ന് പറയുമ്പോൾ പയർ ചെടികളിലാണ് അധികം നമ്മൾ കാണുക. അപ്പം പിന്നെ ഇതിൻ്റെ വിച്ച് ആർ ദ മേജർ പെസ്റ്റ് ദാറ്റ് എഫക്ട് ദ ക്രോപ്സ് ഇൻ അവർ ലൊക്കാലിറ്റി. നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏത് പെസ്റ്റാണെന്നാണ് ചോദിക്കുന്നത്. ഇവരെയാണ് നമ്മൾ കൂടുതൽ കൃഷിയിടങ്ങളിൽ കാണപ്പെടുന്ന പെസ്റ്റ്. ഇനി വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് അഡോപ്റ്റഡ് ടു കൺട്രോൾ പെസ്റ്റ് ബൈ ഫാമേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഫാർമേഴ്സ് ഇവരിൽ നിന്ന് ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നെസ്റ്റ് ആൻഡ് ട്രാപ്സ്. പലതരത്തിലുള്ള ട്രാപ്പുകൾ അതുപോലെ തന്നെ നെസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെന്ത് ചെയ്യുക? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. പിന്നെ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഇവരെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള തരത്തിൽ മോഡിഫൈ ചെയ്ത ക്രോപ്സിനെ യൂസ് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക? ഫ്രണ്ട്ലി പെസ്റ്റ്സ്, അധികം ഉപദ്രവിക്കാത്ത, അങ്ങനെ ഉപദ്രവകാരികളല്ലാത്ത പെസ്റ്റിനെ നമ്മൾ യൂസ് ചെയ്യാം. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെസ്റ്റിനെ കൊല്ലാതെ തന്നെ ഇവരെന്ത് ചെയ്യുക? മാക്സിമം കൺട്രോൾ ചെയ്യുക. അതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം while choosing a pest control method, a type of crop and a number of pests should be considered. ഇപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ക്രോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും എത്രത്തോളം പെസ്റ്റ് അവിടെ ഉണ്ടെന്നും നമുക്ക് അറിയണം. അപ്പം ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പെസ്റ്റുകളെ കൊല്ലൂല, പകരം മറിച്ച് അവരെ മാക്സിമം കൺട്രോൾ ചെയ്യുക. ക്രോപ്സിനെ ഹാം ചെയ്യാത്ത തരത്തിൽ അവരെ മാക്സിമം കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതെന്താവും? നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറക്കാനായിട്ട് പറ്റും. കൂടുതൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് മനുഷ്യന്മാർക്കും നമ്മുടെ എൻവയോൺമെൻറ്റിനൊക്കെ എന്താണ്? നാശമാണ്. അങ്ങനെ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റായിട്ടാണ് എൻഡോസൾഫാനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്താൽ, ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ഒരു വിധത്തിലുള്ള കെമിക്കൽസിൻ്റെ യൂസസ് കുറക്കാനായിട്ട് പറ്റും. ഇനി വേറെ എന്തൊക്കെ മെത്തേഡ് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ മെത്തേഡ്, അതായത് നെറ്റുകൾ, ട്രാപ്പുകൾ, പിന്നെ ലൈറ്റ് വെച്ചിട്ട് ഈ പെസ്റ്റിനെ പിടിക്കാൻ പറ്റുന്ന പെസ്റ്റിനെ അങ്ങനെ പിടിക്കുക. പിന്നെ എന്താ, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് യൂസ് ചെയ്യുക, കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസുകൾ കുറക്കുക. ഇനി ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് എന്ന് പറഞ്ഞാൽ ഒരു കർഷകനുണ്ട്, അയാളുടെ അടുത്ത് എന്തുണ്ട്? കോഴിയുണ്ട്, താറാവുണ്ട്, അയാൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, വേറെ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട്, നെൽകൃഷി ചെയ്യുന്നുണ്ട്, അയാൾക്ക് ഒരുപാട് കന്നുകാലികളുണ്ട്. അപ്പോൾ ഇതൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ പ്ലേസ് വെച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കർഷകന് എന്തുണ്ട്? കോഴിയുണ്ട്, താറാവുണ്ട്. അപ്പോൾ കോഴിയും താറാവുണ്ട്. അപ്പോൾ കോഴി എന്ത് തിന്നും? ഈ വെജിറ്റബിൾസ്, നെല്ല്, ആ നെല്ല് കഴിക്കും. അപ്പം നെല്ല് കഴിക്കുന്നതോടൊപ്പം ആ കർഷകന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് നല്ലൊരു മാനുവറാണ്. അപ്പം ഇത് അയാളുടെ കൃഷിയിടങ്ങളിലേക്ക് അയാൾക്ക് ഇടാനായിട്ട് സാധിക്കും. പച്ചക്കറി തോട്ടത്തിലും നെല്ലിൻ്റെ അവിടെയൊക്കെ ഇയാൾക്ക് ഈ
ഹെന്നിൻ്റെ ഡക്കിൻ്റെ ഒക്കെ വേസ്റ്റ് ഇടാനായിട്ട് സാധിക്കും. ഇനി പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഈ പച്ചക്കറി എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കാണെങ്കിലും കന്നുകാലികൾക്കൊക്കെ ആണെങ്കിൽ ചീത്തയായ പച്ചക്കറികൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. മറിച്ച് അവരുടെ വേസ്റ്റ് ഇതിന് വളമായിട്ട് മാറും. അതുപോലെ കന്നുകാലിയാവുമ്പോൾ എന്ത് ചെയ്യും? പച്ചക്കറി കഴിക്കും, അതിൻ്റെ വേസ്റ്റ് പച്ചക്കറിക്ക് വളമായിട്ട് മാറും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുക. അതിനാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് നർച്ചറിങ് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ് ടുഗദർ. പലതരത്തിലുള്ള ഓർഗാനിസത്തിനെ അറ്റ് എ ടൈം ഒരു സ്പേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? വളർത്താം. അപ്പോൾ ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്നത്, നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്, ഉള്ള സ്പേസിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല. അതായത് അയാൾക്ക് പച്ചക്കറി ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടുന്നുണ്ട്, അരി കിട്ടുന്നുണ്ട്, ഡക്ക് മുട്ട എഗ്ഗ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? പാല്, കാറ്റിൽ റിയറിങ് ഉള്ളതുകൊണ്ട് പാലും അയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം സ്പേസിൻ്റെ യൂട്ടിലൈസേഷൻ മാക്സിമമാണ് അവിടെ വരുന്നത്. ഇനി ഈവൺ ഇഫ് ദർ ഇസ് എ ലോസ് ഇൻ വൺ ക്രോപ്പ് ഇറ്റ് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബൈ അതർ. ഇപ്പം ഈ 3-4 തരത്തിലുള്ള കൃഷി രീതികൾ അയാൾക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിന് നാശം സംഭവിച്ചാലും വലിയ തോതിൽ അയാളെ അത് ബാധിക്കില്ല. ഇപ്പോൾ ചില ആളുകൾ നമുക്ക് കാണാം വാഴ കൃഷി മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ വാഴ നല്ലൊരു കാറ്റ് വന്നാൽ ആ വാഴ മൊത്തം നശിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫാമിംഗ് രീതി കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിധത്തിൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ പോകാനായിട്ട് പറ്റും. ഇനി നോൺ ടോക്സിക് ഓർ നോൺ അൾട്ടേർഡ് ഫുഡ് ബിക്കെയിം അവൈലബിൾ. ഈ നാശവും ഒക്കെ വന്നാലും തന്നെ അതിനേക്കാൾ ഉപരി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷമില്ലാത്ത പച്ചക്കറിയും ഭക്ഷണവും കഴിക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഇപ്പം നമ്മൾ തമിഴ്നാട് അവിടെ നിന്നൊക്കെ വരുന്ന ഫുഡിൽ എത്രത്തോളം മായം കലർന്നിട്ടുണ്ട് നമുക്കറിയാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഈസ് അച്ചീവ്ഡ്. അപ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ബൈ പ്രോഡക്റ്റ് ഓഫ് വൺ ക്യാൻ ബി യൂട്ടിലൈസ് ആസ് എ ഫെർട്ടിലൈസർ ഓർ ഫീഡ് ഫോർ അനദർ. അപ്പം ഒന്നിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് മറ്റൊന്നിന് വളമാണ്. ഒരു രീതിയിൽ ഒന്നിന് വളമോ അല്ലെ ഫുഡോ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് നമ്മുടെ കോസ്റ്റ് കുറക്കും. മറ്റേതിന് വാങ്ങുന്ന ഇപ്പം കോഴിക്കൊക്കെയാണ് നമ്മൾ ഒരുപാട് തീറ്റ വാങ്ങണം, പശുവിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇപ്പം നെല്ലുണ്ടെങ്കിൽ അതിൻ്റെ വൈക്കോലുണ്ടാക്കി നമുക്ക് പശുവിന് കൊടുക്കാം, കോഴിക്കാണെങ്കിൽ അരിയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇവരുടെ വേസ്റ്റ് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ടെക്നോളജീസ് എങ്ങനെ ഫാമിങ്ങിലേക്ക് അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് പുതിയ തരത്തിലേക്ക് ഇവയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നോക്കുന്നത്. സ്മാർട്ട് ഫാമിങ്ങിൽ ഫസ്റ്റ് AI. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും AI ആണ്. നമ്മുടെ എഡ്യൂക്കേഷനിലാണെങ്കിലും നമ്മളെന്തിനും ഇപ്പം AIയുടെ ഹെൽപ്പ് തേടുന്നുണ്ട്. അപ്പം നമുക്ക് ഫാമിങ്ങിലും ഇത് യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഇമേജ് അല്ലെങ്കിൽ ഒരു ക്രോപ്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ AIയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്കതിൽ കിട്ടും. അതായത് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ സൊല്യൂഷന്, അല്ലെങ്കിൽ ഈ ക്രോപ്പിന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ AI നമുക്ക് പറഞ്ഞുതരും. ഇനി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് നമുക്ക് ക്ലൈമറ്റിൻ്റേത്, അതേപോലെ തന്നെ സോയിലിൻ്റെ മോയിസ്റ്റ്, പെസ്റ്റ് ഇൻഫെക്ഷന്, ഇതൊക്കെ നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തരും. പിന്നെന്താ, ഹൈഡ്രോപോണിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് സോയിലില്ലാതെ വാട്ടറുമായിട്ട് ന്യൂട്രിയൻസ് മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്തിട്ട് പ്ലാന്റ്സിനെ വളർത്താൻ പറ്റും. എയറോപോണിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റൂട്ട് ദാറ്റ് ഗ്രോ ഇൻ ടു ദ എയർ ഇൻ ടൈംലി മാനർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സിൻ്റെ യൂസോടെ നമുക്ക് എയറിൽ സോയിലില്ലാതെ പ്ലാന്റ്സിനെ വളർത്താനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെ ഒരു സ്മാർട്ട് ഫാമിംഗ് ആണ്. അപ്പോൾ പണ്ട് കാലത്ത് നിന്നും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഫാമിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറേ മെത്തേഡുകളാണിത്. ഇനി അടുത്തത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ചില സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേകതരം ചെടികളോ പഴങ്ങളോ ഫ്രൂട്ടുകളോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അവയ്ക്ക് നമ്മളൊരു ടാഗ് കൊടുക്കും. കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ സോയിൽ, അവിടുത്തെ ക്ലൈമറ്റ്, അതിൽ മാത്രം വളരുന്ന
പച്ചക്കറി പഴം വർഗ്ഗങ്ങളായിരിക്കും ഇവ. അപ്പോൾ എന്ത് ചെയ്യും, അതിന് ഒരു പ്രത്യേക അതിൻ്റെ സ്മെല്ല് കൊണ്ടോ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൊണ്ടോ അതിൻ്റെ അരോമ കൊണ്ടോ എന്തോ കൊണ്ടോ അത് പ്രശസ്തിയായിരിക്കും. അപ്പം അത് അവർ ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണോ ഉള്ളത് അതിൻ്റെ പേരിലായിരിക്കും അത് അറിയപ്പെടുക. അങ്ങനെ ഒരു ടാഗ് അവർക്ക് കൊടുക്കും. അങ്ങനെ ടാഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ആയിരിക്കും. അപ്പം എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടാഗ് ഗിവൺ ടു എ പ്രോഡക്റ്റ് ദാറ്റ് കം ഫ്രം എ പെർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ഹാവ് എ യുണീക്ക് ക്വാളിറ്റി ബിക്കോസ് ഓഫ് ദ റീജിയൻ. ആ റീജിയൻ്റെ പ്രത്യേകത കൊണ്ട്. അതായത് ഇപ്പം പാലക്കാടൻ മട്ട റൈസ് എന്ന് പറയുന്നത് പാലക്കാടത്തെ സോയിലും ആ ക്ലൈമറ്റിലും മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പം അതിനൊരു പ്രത്യേകതരം കളറുണ്ട്. അതേപോലെ തന്നെ ആ റൈസിൻ്റെ സൈസ്, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, അതൊക്കെ കൊണ്ട് തന്നെ എന്താണ്, അതിന് മാർക്കറ്റിൽ പ്രീമിയം വാല്യൂ ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് നോക്കൂ. പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ, തിരൂർ വെറ്റില, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇനി ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് പോലെ തന്നെ പല തരത്തിലുള്ള ക്രോപ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ഒപ്പരം വളർത്തിയെടുക്കുക. അതേപോലെ തന്നെ ആനിമൽസിനെയും റിയർ ചെയ്യുക. ചില ആളുകൾ ക്രോപ്സും ഫ്രൂട്ട്സും അങ്ങനത്തെ ഇപ്പോൾ വാഴ കൃഷി ഉണ്ടാവും, പല ഫ്രൂട്ട്സും കൃഷി ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ ഒപ്പരം കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഡൈവേഴ്സിറ്റി മീൻസ് ഗ്രോയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ആൻഡ് റിയറിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമൽസ് ഇൻ ഫാമിങ്. ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പെൻഡിങ് ഓൺലി വൺ ക്രോപ്പ്, ഫാമേഴ്സ് കൾട്ടിവേറ്റ് എ വെറൈറ്റി ഓഫ് ക്രോപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലൈഫ് സ്റ്റോക്ക്, ഫിഷസ് ആൻഡ് പോൾട്രി. ഒന്നിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ ഒരുപാട് സാധനത്തിന് ഒരേ സമയത്ത് വളർത്തിയെടുക്കാം. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫുഡ് അവൈലബിലിറ്റിയും ഇൻകവും ക്യാൻ എൻഷേർഡ് ഇൻ ഓൾ സീസൺ. ഏത് കാലാവസ്ഥ വന്നാലും ഏതെങ്കിലും ഒരു ക്രോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുഡ് അവൈലബിലിറ്റി ഇൻകവും എപ്പോഴും ഉണ്ടാവും. ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് വൺ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ ഓർ ഫീഡ് ഓർ അനദർ. അപ്പോൾ ഒന്നിൻ്റെ വേസ്റ്റ് മറ്റൊന്നിന് വളവും ഫുഡും ആക്കിയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഈവൻ ദോസ് വിത്ത് ലിമിറ്റഡ് സ്പേസ് ക്യാൻ ഡു തിങ്സ് ലൈക്ക് ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ്, റേസിംഗ് പെറ്റ്സ്, മഷ്റൂം കൾച്ചർ ഓർ ഗാർഡനിങ്. ഇപ്പം സ്ഥലം വളരെ പരിമിതമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലങ്കാര മത്സ്യങ്ങളെ വളർത്താനായിട്ട് പറ്റും. ഫ്ലാറ്റിലുള്ള ആളുകൾക്ക് അക്വേറിയം വെച്ച് അതിൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്താം, പിന്നെ പെറ്റ്സിനെ വളർത്താം, മഷ്റൂം കൾച്ചർ ചെയ്യാം. മഷ്റൂമൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്നൊരു ഐഡിയ ആണ് മഷ്റൂം കൾച്ചർ. അതേപോലത്തെ ഗാർഡനിങ് ചെയ്യാം. ഇനി വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ് ഫോർ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രോപ്സും ഫ്രൂട്ട്സൊക്കെ നമ്മൾ വളർത്തുന്നത് മൂലം നമുക്ക് ഫാമിലിയിലുള്ള ആളുകൾക്ക് കഴിക്കാൻ ഒരുപാട് ന്യൂട്രിയൻ വാല്യൂ ഉള്ള ഫുഡ് നമുക്ക് കിട്ടും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.